30ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരതം 8ാമത്തെ അധ്യായമായ വാണ്ടറിങ്സിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പാഞ്ചാലിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ അക്ഷയപാത്രം കൊടുത്തതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത്. ഇതിൻ്റെ പുറമെ ഈ പുസ്തകത്തിലില്ലാത്തൊരു കഥയുണ്ട്. ആ കഥ അച്ഛൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ മഹർഷിമാരെല്ലാവരും കൂടി മഹർഷിമാർ പണ്ട് സന്യാസം ചെയ്യുന്നത് എവിടെ അറിയോ? കാട്ടിലാണ്. കാട്ടിലിരുന്ന് ഇങ്ങനെ ധ്യാനിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ മനസ്സിന് ശക്തിയും ദൈവത്തിനെ കാണാൻ കഴിയും, ദൈവം വരം ചോദിച്ചാൽ കൊടുക്കും എന്നുള്ളതൊക്കെ നമ്മുടെ സങ്കല്പത്തിലുള്ളത്. അപ്പോൾ കുറേ മഹർഷിമാർ ഒരു ദിവസം ഇവർ താമസിച്ചിരുന്ന പഞ്ചപാണ്ഡവന്മാരും ദ്രൗപദിയും താമസിച്ചിരുന്ന കുടിലിലേക്ക് വന്നു. അവരെന്തിനാ വന്നറിയോ? അവരിവരെ പരീക്ഷിക്കാനാണ് വന്നത്. എന്നിട്ട് ഇവർ വിശക്കണു, എനിക്ക് ഭക്ഷണം വേണം പറഞ്ഞു. അപ്പോൾ പാഞ്ചാലി എന്ത് ചെയ്തേ? ഭക്ഷണം വെച്ച് കൊടുത്തു. തൻ്റെ കയ്യിൽ. അപ്പോൾ ഒരു കാട്ടിലല്ലേ, ഇവർക്കും ശരിക്കും ഭക്ഷണമൊന്നുമില്ലല്ലോ. ഭക്ഷണം കൊടുത്തു. തൻ്റെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. പഴങ്ങളും കനികളും ഒക്കെ എല്ലാ സന്യാസിമാർ കഴിക്കുക. കാട്ടിൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. കടയില്ല, പോയി വാങ്ങിയിട്ട് വരാനൊന്നും പറ്റില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദ്രൗപദി തൻ്റെ കയ്യിലുള്ള കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞപ്പോൾ സന്യാസിമാരെ പേടിയുണ്ടല്ലോ. സന്യാസിമാരെ ശപിക്കുകയൊക്കെ ചെയ്യും ദേഷ്യം വന്നാലേ. അപ്പോൾ സന്യാസിമാരെല്ലാം വിശക്കണു എന്ന് പറയണമുണ്ട്. പാഞ്ചാലി ഭക്ഷണം കൊടുക്കാൻ നോക്കുന്നുണ്ട്. പാഞ്ചാലി കൊടുക്കുന്നതൊന്നും അവർക്ക് മതിയാവണമില്ല. പിന്നെയും വിശക്കണു എന്നാണ് അവർ പറയുന്നത്. അവർ വന്നിരിക്കുന്നത് പാഞ്ചാലിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം എന്തായി? അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? വീണ്ടും പാഞ്ചാലിനെ രക്ഷിക്കാനായിട്ട്, ദ്രൗപദീനെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ വരും. അവിടെ വന്നിട്ട് പിന്നാലെ വന്ന് നിൽക്കുമ്പോൾ അടുക്കളയിൽ നിൽക്കുകയാണ് കൃഷ്ണൻ. അപ്പോൾ പാഞ്ചാലി ഈ പാത്രമായിട്ട് വന്നിട്ട് കൃഷ്ണനോട് സങ്കടം പറയണേ, ഈ സന്യാസിമാർ ഇത്രയും പേര് വന്നിട്ടുണ്ടല്ലോ, അവർക്ക് ഞാൻ എത്ര ഭക്ഷണം കൊടുത്തിട്ട് അവർക്ക് മതിയാവുന്നില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ആ പാത്രം നോക്കിയപ്പോൾ പാത്രത്തിൽ അവസാനം ഒരു ചെറിയൊരു കരിവേപ്പിലയുടെ കഷ്ണം ഉണ്ടായിരുന്നു. ഭഗവാൻ ദൈവമല്ലേ, ദൈവം പറഞ്ഞ് നീ പേടിക്കുകയോ വേണ്ട, ഞാനിപ്പോൾ ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് ആ കരിവേപ്പിലയുടെ കഷ്ണം അമ്പാടി കൃഷ്ണൻ ശ്രീകൃഷ്ണൻ കഴിക്കും. അമ്പാടി കൃഷ്ണൻ ഈ കരുവേപ്പില കഷ്ണം കഴിച്ചതോടുകൂടി എല്ലാ സന്യാസിമാരുടെ വയറും നിറയാൻ തുടങ്ങി. വയറ്റിൽ തീരെ സ്ഥലമില്ലാണ്ടായി, കഴിക്കാൻ പറ്റാണ്ടായി. അപ്പൊ പാഞ്ചാലിയോട് പറയും, ഇപ്പൊ നീ പോയിട്ട് ഇനി ഭക്ഷണം വേണോ എന്ന് ചോദിച്ചു നോക്കാം, അപ്പൊ അവരെന്താ പറയാന്ന്. പാഞ്ചാലി അവിടെ പോയിട്ട് സന്യാസിമാരോട് ചോദിക്കും, ഇനി ഭക്ഷണം വേണോ ചോദിക്കുമ്പോ അയ്യോ വേണ്ടേ, എനിക്ക് വയറ് നിറഞ്ഞേ, എനിക്ക് കഴിക്കാൻ വയ്യേ എന്ന് പറയാൻ തുടങ്ങി അവര്. അപ്പോൾ ഈ അക്ഷയപാത്രം, ഈ പാത്രത്തിനാണ് അക്ഷയപാത്രം എന്ന് പറയാം. അപ്പോൾ പാഞ്ചാലിയുടെ അവിടെ പോയി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വയറ് നിറച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. നമ്മുടെ കാവശ്ശേരി ഇല്ല, ആലത്തൂരിൻ്റെ അടുത്ത് നമ്മുടെ വീടില്ല, നമ്മളൊരിക്കൽ പോയിട്ടുണ്ട് ഈ അമ്പലത്തിൽ. അവിടെ ഒരു പാഞ്ചാലിയമ്മൻ കോവിൽ എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട്. കോവിൽ എന്ന് വെച്ചാൽ അമ്പലമാണ് കേട്ടോ. ആ അമ്പലത്തിൽ ഈ വനവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് രാജ്യത്തിലേക്ക് പോകുമ്പോൾ ദ്രൗപദി ഈ അക്ഷയപാത്രം അവിടെയാണ് ഇത്ര വെച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ അക്ഷയപാത്രം കിട്ടിയിട്ട് പാഞ്ചാലി വനവാസത്തിലെ കാട്ടിലെ തൻ്റെ ഭർത്താക്കന്മാരോടുകൂടി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്തായി? വിതുര മഹർഷി അവർ തൽക്കാലം താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് വരികയാണ്. വന്നു
വിതുര മഹർഷി എപ്പോൾ വരുമ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ദ്രൗപദി യുധിഷ്ഠിരൻ പേടിച്ചു. യുധിഷ്ഠിരനും അർജുനനും വരെ പാണ്ഡവന്മാർ പേടിച്ചു. വിതുരൻ ഇനി എന്തെങ്കിലും വീണ്ടും ഞങ്ങളെ ചൂത് കളിക്കാൻ വിളിക്കാനാണോ വന്നിരിക്കണത് എന്ന് അവർ തോന്നി. ചിലപ്പോൾ ശകുനി പറഞ്ഞയച്ച് വന്നതാണോ എന്താണോ എന്ന് തോന്നി. എന്തായാലും ആ ആശങ്കയോടുകൂടി അവര് വിതുരനെ അകത്തേക്ക് വിളിച്ച് ഇരുത്തി. അപ്പോൾ വിതുരൻ പറഞ്ഞ്, ഞാൻ മഹാരാജാവ് പറഞ്ഞയച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് മഹാരാജാവ് പറഞ്ഞയച്ച എന്നുള്ളത് വിതുരൻ വിശദീകരിക്കണേ. പാണ്ഡവന്മാരെ ഇങ്ങനെ കാട്ടിലേക്ക് പറഞ്ഞയച്ച ഉടനെ മഹാരാജാവ് ധൃതരാഷ്ട്രക്ക് ഒരുപാട് സങ്കടമായി. തൻ്റെ അനുജൻ്റെ മക്കളെ ഇങ്ങനെ ചൂത് കളിച്ചിങ്ങനെ പറ്റിച്ചിട്ടേ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ പറഞ്ഞയച്ചതിൻ്റെ പേരിൽ വളരെയധികം ദുഃഖം അറിയിക്കാനാണ് വിതുരനെ പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സങ്കടങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി, ഈ പറഞ്ഞ വിഷമങ്ങളും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റാൻ വേണ്ടിയാണ് ധൃതരാഷ്ട്ര വ്യക്തിപരമായിട്ട്, അതായത് മഹാരാജാവ് വ്യക്തിപരമായിട്ട് നേരിട്ട് കളിച്ചിട്ടില്ലല്ലോ. നേരിട്ട് ഇതിനകത്തൊന്നും ഉത്തരവാദിത്വം മഹാരാജാവിനില്ലല്ലോ. പക്ഷെ ദുര്യോധനനും ദുശാസനനും ഒക്കെ കളിച്ചിട്ട് ഇവരെ തോൽപ്പിച്ചത്. ഇത് ശരിക്കും മഹാരാജാവിനെ വളരെ വേദനിപ്പിക്കുകയും വളരെ ദേഷ്യപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ മക്കളല്ല ദുര്യോധനനും. അവരിങ്ങനെയൊക്കെ ചെയ്തതിൽ വളരെയധികം സങ്കടമുണ്ട്. അപ്പോൾ മഹാരാജാവ് വിതുരൻ പറയണ ഇവരോട്, മഹാരാജാവ് എന്നോട് പറഞ്ഞു, വിതുര, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് തീരെ യോജിക്കുന്ന കാര്യമല്ല. എന്നെയും എൻ്റെ മക്കളെയും നിങ്ങൾ വെറുക്കുക. എന്നെയും എൻ്റെ മക്കളെയും നിങ്ങൾ വെറുക്കുക. പാണ്ഡവന്മാരെ നിങ്ങൾ സഹായിക്കുക. അവർക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, എന്തൊക്കെ വേണം എന്നുള്ളത് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്തു കൊടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തത്, അതായത് ഞാനും എൻ്റെ മക്കളും, മഹാരാജാവ് പറയുമ്പോൾ അങ്ങനെയല്ല പറയാൻ പറ്റുമോ, എൻ്റെ മക്കളും ചെയ്തത് ശരിയല്ല. ഒരു സുഖമില്ലാത്ത ഒരാൾക്ക് മരുന്ന് കൊടുക്കുന്നതിന് പകരം സുഖമില്ലാത്ത ഒരാൾക്ക് മരുന്ന് കൊടുക്കുകയല്ലേ നമ്മൾ ചെയ്യുക. എന്തിനാ മരുന്ന് കഴിക്കുന്ന? നമ്മുടെ അസുഖം മാറാനും നമ്മുടെ വിഷമവും അത് മാറാനും. അപ്പോൾ രാജാവിൻ്റെ വിഷമം മാറ്റുന്ന രീതിയിൽ ഞാൻ വിതുരൻ പറഞ്ഞു, ഞാൻ പോയി അവരെ കാണാം. ആരെ? പഞ്ചപാണ്ഡവന്മാരെ കാണാം. അവരുടെ ചെറുപ്പത്തിൽ ഇപ്പോൾ ഒരുപാട് വയസ്സായ രാജാവല്ലേ. ഞാൻ പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാരാജാവ് ധൃതരാഷ്ട്രർ പറയാണ്, ഒന്ന് വേഗം പോവോ? നിങ്ങളുടെ മനസ്സമാധാനമുള്ള വാക്കും അതും ഒന്നും എനിക്ക് വേണ്ട. നിങ്ങൾ വേഗം പോയി പാണ്ഡവന്മാരെ കണ്ടിട്ട് വിതുരൻ്റെ ഒരു സാന്നിധ്യം, ഈ കാട്ടിലിങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് ഒരു സഹായമായിട്ട്, ഒരു ആശ്വാസമായിട്ട് നിങ്ങൾ അവിടെ എത്തിപ്പെടണം. എൻ്റെ സന്ദേശങ്ങളും ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊരു സമാധാനമായി. കാരണം ഇവർ പേടിച്ചിരിക്കുകയായിരുന്നല്ലോ, വീണ്ടും ചൂത് കളിക്കാൻ വിളിക്കണോ എന്നുള്ളത്. അപ്പോൾ വിതുരൻ പറയണേ, മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്ന എന്താ അറിയോ, വേഗം പോയി നിങ്ങൾ കണ്ടിട്ട്, മഹാരാജാവിന് തീരെ സുഖമില്ല. മഹാരാജാവ് ഒരുപാട് വയസ്സായി, ധൃതരാഷ്ട്രൻ വയസ്സായല്ലോ, കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവിന് വയസ്സായി. അപ്പോൾ മഹാരാജാവ് എന്നോട് നിങ്ങളെ വേഗം പോയി കണ്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു വരണം എന്ന് പറയണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ മഹാരാജാവ് ഒരിക്കൽ നമ്മുടെ ഇതിൽ വെച്ചിട്ട് മയങ്ങി വീണു. നമ്മുടെ രാജ്യസഭയിൽ, നമ്മുടെ സഭയില്ലേ, സഭയിൽ വെച്ചിട്ട് മഹാരാജാവ് ഒരിക്കൽ മയങ്ങി വീണു, വയ്യാണ്ടയായി. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് ഒരുപാട് സങ്കടമുള്ളപ്പോഴാണ് നമ്മൾ വയ്യാണ്ടയാവുന്നത്. മഹാരാജാവ് പറയണേ, എനിക്ക് ഒരുപാട് വയസ്സായി, ചിലപ്പോൾ ഞാൻ എത്ര കാലം ഇനി ജീവിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ വേഗം പോയി
തിരിച്ചു വരിക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യുധിഷ്ഠിരനൊക്കെ ഭയങ്കര മനസ്സിന് ഭയങ്കര ഇതായി, പേടിയായി. എന്താണ്, മഹാരാജാവിന് തീരെ വയ്യാണ്ടായില്ലോ. അപ്പം അതിൻ്റെ ഒരു ആശങ്ക അവർക്കുണ്ട്. അപ്പോൾ പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ച് ഹസ്തിനപുരത്തേക്ക് പോകണം. ധൃതരാഷ്ട്രനെ പറഞ്ഞയച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഖവിവരങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഫോണോ അങ്ങനെ സന്ദേശം പറയാനോ ഒന്ന് കേൾക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഒരാൾ നേരിട്ട് പോയിട്ട് തന്നെ അന്വേഷിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ വിതുരൻ തിരിച്ച് ഹസ്തിനപുരത്തേക്ക് എത്തി. എണീക്കാൻ വയ്യാതെ ധൃതരാഷ്ട്ര ശരിക്കും വയ്യാണ്ടിരിക്കുകയായിരുന്നു. ധൃതരാഷ്ട്രനെ കണ്ടു. ധൃതരാഷ്ട്രനെ കണ്ടിട്ട് കാര്യങ്ങൾ വിതുരൻ പറഞ്ഞു കൊടുത്തു. അവരിങ്ങനെ കാട്ടിലാണ് എന്നൊക്കെ. ഇനിയുള്ള നമ്മൾ കേൾക്കാൻ പോകുന്നത് ശകുനി ദുര്യോധനനും കർണനും തമ്മിലുള്ള ഒരു സംസാരമാണ്. അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയാണ്, നമ്മുടെ മഹാരാജാവിന് ഭയങ്കര ചഞ്ചലമായ മനസ്സാണ്. വളരെ വേഗം മനസ്സ് മാറുകയാണ്. നമ്മൾ പറയുമ്പോൾ പാണ്ഡവന്മാരോട് ഉള്ള ആ പറയുന്ന ദേഷ്യവും ആ പറയുന്ന തൻ്റെ മക്കൾക്ക് രാജ്യം കിട്ടണം എന്നുള്ള തോന്നലും കുറച്ച് കഴിയുമ്പോൾ അത് മാറുകയാണ്. എന്തുകൊണ്ടാണ് മാറുന്നത്? തൻ്റെ അനുജൻ്റെ മക്കളോടുള്ള ഒരു സ്നേഹം കൊണ്ട് അവർക്ക് മാറുകയാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു ദിവസം ധൃതരാഷ്ട്ര തൻ്റെ അനുജൻ്റെ മക്കൾക്ക് രാജ്യം കൈമാറും. രാജ്യം മുഴുവനും എഴുതി കൊടുക്കും. രാജ്യത്തിൻ്റെ ഫുൾ അധികാരവും കൊടുക്കും. അങ്ങനെ ആവുമ്പോൾ നമ്മൾ വീണ്ടും രാജ്യമില്ലാണ്ട് ആവുകയാണ് എന്ന് പറയുകയാണ്. ഇവർ തമ്മിൽ സംസാരിക്കുകയാണ് കേട്ടോ. ഇവർ 13 കൊല്ലത്തിന് എന്തായാലും ഇവരെ വനവാസത്തേക്ക് അയച്ചതിൻ്റെ ഈ 13 കൊല്ലത്തിൽ എന്ത് കാരണവശാലും ആരെന്ത് പറഞ്ഞാലും തിരിച്ച് ഒരു രാജ്യത്തേക്ക് വരാൻ നമ്മൾ അനുവദിക്കരുത് എന്ന് ആരൊക്കെയാണ് സംസാരിക്കുന്ന? ശകുനിയും ദുര്യോധനനും. അപ്പം നമ്മൾ അവരെ എന്തായാലും അങ്ങോട്ട് ആക്കണമെന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞ ഉടനെ സന്യാസി ആരാണ്? വ്യാസൻ ആരാണറിയോ? ഓർമ്മയുണ്ടാ? വ്യാസനാണ് മഹാഭാരതം എഴുതിയത്. വ്യാസൻ ഹസ്തിനപുരത്തേക്ക് വരികയാണ്. ഹസ്തിനപുരത്ത് വന്നിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ധൃതരാഷ്ട്രോട് പറയാണ്, വ്യാസ മഹർഷി പറയണേ, ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുമോ? ഞാൻ വന്നിരിക്കുന്നത് മഹാരാജാവിനെ സഹായിക്കാനാണ്. നിങ്ങൾ മഹാരാജാവ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ അനുജൻ്റെ മക്കൾ 5 പേരല്ലേ ഉള്ളൂ. നിങ്ങളുടെ മക്കൾ 100 പേരില്ലേ? നിങ്ങൾ തമ്മിലുള്ള ഈ പറയുന്ന ശത്രുതയും ഈ പറയുന്ന വാശിയും ഈ അസൂയയും ഈ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കണം. നിങ്ങളുടെ മക്കളോട് പോയിട്ട് പഞ്ചപാണ്ഡവന്മാരെ കാട്ടിൽ പോയി കണ്ടിട്ട് അവരെ തിരിച്ച് രാജ്യത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആജ്ഞാപിക്കണം. ആജ്ഞാപിക്കുക പറഞ്ഞാൽ എന്തറിയോ? രാജാവ് ആജ്ഞാപിക്കുകയാണ് ചെയ്യുക. രാജാവ് പറയുകയാണ് ചെയ്യുക. ഇന്നത് ചെയ്യണം പറഞ്ഞാൽ ചെയ്യണം. അതിനെതിരെ ഒരു ശബ്ദവും പാടില്ല. അതാണ് ആജ്ഞാപനം. അല്ലെങ്കിൽ ഈ പറയുന്ന കാലങ്ങളെല്ലാം നമ്മളുടെ ഭാവി, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയൊക്കെ നാശത്തിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആജ്ഞാപിച്ചിട്ട് പഞ്ചപാണ്ഡവന്മാരുമായിട്ട് സന്ധി സംഭാഷണം, നല്ല സമാധാനത്തിലുള്ള സംഭാഷണം. ഇനിയുള്ള കാലം നമുക്ക് ശത്രുത വേണ്ട, അസൂയ വേണ്ട. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് ആരാ പറയണ? വ്യാസ മഹർഷി ധൃതരാഷ്ട്രോട് പറയാണ്. അപ്പോൾ ധൃതരാഷ്ട്ര പറയാണ്, നിങ്ങൾ പറയുന്നതിന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മഹർഷിയല്ലേ, സ്വാമി പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞാൽ എൻ്റെ മക്കൾ കേൾക്കുന്നതിനെക്കാട്ടിലും നല്ലത് അങ്ങ് നേരിട്ട് എൻ്റെ മക്കളോട് പറയുക. എൻ്റെ മക്കളുടെ ദുഷ്ട മനസ്സിനെ
മാറ്റി നല്ല മനസ്സാക്കാൻ ശ്രമിച്ചു നോക്കുക എന്ന് പറഞ്ഞു. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഇനിയൊരു സന്യാസിയും കൂടി ഇങ്ങോട്ട് വരും. സന്യാസിയും വന്നിട്ട് അപ്പോൾ വ്യാസൻ പറയണേ, സന്യാസി മൈത്രേയി എന്ന സന്യാസി ദുര്യോധനനോടും ദുശാസനോടും ഒക്കെ സംസാരിക്കട്ടെ. നിങ്ങളുടെ മക്കളായ ദുര്യോധനനും ദുശാസനനും ഇല്ലേ, 100 മക്കളില്ലേ, അവരുടെ അടുത്ത് മൈത്രേയി സംസാരിക്കട്ടെ, ഈ സന്യാസി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വ്യാസൻ നിൽക്കണം. അത് കഴിഞ്ഞ ഉടനെ മൈത്രേയി ധൃതരാഷ്ട്രോട് പറയണേ, ഞാനൊരു പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെയും വന്നത്. ദ്വൈതവന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാൻ വന്നത്. അങ്ങനെ വരുന്ന വഴിക്കാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം ഞാൻ വരുന്ന വഴിക്ക് യുധിഷ്ഠിരനെയും യുധിഷ്ഠിരൻ്റെ അനുജന്മാരെയും പാഞ്ചാലിനെയും കാട്ടിൽ ജീവിക്കുന്ന, അതായത് ഒരു മനുഷ്യൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു സൗകര്യങ്ങളും ഇല്ലാതെ കാട്ടിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അത് കണ്ട ഉടനെ എൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യുധിഷ്ഠിരൻ ഇതിനെക്കുറിച്ച് വളരെയധികം കുറ്റബോധമുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ കുഞ്ച? പിന്നെ ദുര്യോധനോട് നോക്കിയിട്ട് പറയണേ, ദുര്യോധനന് ഒരുപാട് കഴിവുകളുണ്ടല്ലോ. ദുര്യോധനൻ നല്ല ഒരു യോദ്ധാവുമാണ്. അപ്പോൾ മൈറ്റി വാരിയർ എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള യോദ്ധാവേ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ പറയുന്ന നിങ്ങളും നിങ്ങളുടെ നെഫ്യൂസ്, അതായത് നിങ്ങളുടെ അച്ഛൻ്റെ അനുജൻ്റെ മക്കൾ, നിങ്ങളുടെ കസിൻസുമായിട്ടുള്ള ഈ പറയുന്ന ശത്രുത ഒന്ന് അവസാനിപ്പിക്കാവോ? ഇത് അവസാനിപ്പിച്ചാൽ നമ്മളുടെ കുടുംബം നല്ല രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് ആരാ പറയണ? മൈത്രേയി എന്ന മഹർഷി ദുര്യോധനനോട് ഉപദേശിക്കാൻ വന്നിരിക്കുകയാണ്. ഈ ദുര്യോധൻ ഈ ഉപദേശം കേട്ടിട്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്കറിയണ്ടേ? അജൂട്ടാ കണ്ണാ ഉറങ്ങിയോ? അപ്പോൾ വാണ്ടറിങ്സ് എന്ന ചാപ്റ്ററിൽ ദുര്യോധനനെ ഉപദേശിക്കാൻ വരുന്ന മൈത്രേയി എന്ന സന്യാസിയെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേട്ടത്. അടുത്ത എപ്പിസോഡിൽ മൈത്രേയി പറയുന്ന ഉപദേശങ്ങൾക്ക് ദുര്യോധനൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് കേൾക്കാം. ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.